നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. റോമ 9-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ യേശുക്രിസ്തുവിനെ മുൻനിർത്തി സത്യം പറയുന്നു. നമ്മൾ ഓരോ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ മുൻനിർത്തിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അല്ലേ, ഓരോ കാര്യങ്ങളും മറ്റൊരു മനുഷ്യനെയും മുൻനിർത്തിയിട്ടല്ല, നമ്മൾ മറ്റാരെയും കണ്ടിട്ടുമല്ല, യേശുക്രിസ്തുവിനെ മുൻനിർത്തിയാണ്. അപ്പോസ്തലനും അങ്ങനെയാണ് സംസാരിക്കുന്നത്. ആ മനസാക്ഷി അത് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായിട്ടാണ് ഈ സാക്ഷ്യങ്ങൾ പറയുന്നത്, ഈ വിവരണങ്ങൾ നൽകുന്നത്. അത് ഓരോ മനുഷ്യനും അപ്രകാരമായിരിക്കണം സംസാരിക്കേണ്ടത്. ഇവിടെ അപ്പോസ്തലൻ ഈ അധ്യായത്തിൽ പറയുന്നത്, ഈ അപ്പോസ്തലന് മനസ്സിലടങ്ങാത്ത ദുഃഖവും വേദനയും ഉണ്ട്. ആരെക്കുറിച്ച് ഓർത്തിട്ട്? ഈ യഹൂദന്മാർ, ഈ ഉറ്റവരും ഉടയവരുമായ ഈ അപ്പോസ്തലൻ്റെ. കാരണം അവിടെ ഒരു ചെറിയ വിഭാഗം മാത്രമേ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുള്ളൂ. ബാക്കിയുള്ള ആ വിഭാഗം അതാ അല്ലേ, അവർ ഉറ്റവരും ഉടയവരുമാണ്. അവരെക്കുറിച്ച് ഓർത്ത് വലിയ സങ്കടമുണ്ട്, ദുഃഖമുണ്ട് അപ്പോസ്തലന്. ഈ ഈ യഹൂദന്മാർക്ക് വേണ്ടിയിട്ട് അപ്പോസ്തലൻ പറയാണ്, ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ക്രിസ്തുവിൽ ഞാൻ ശപിക്കപ്പെട്ടവനാകാം, ക്രിസ്തുവിൽ ഞാൻ വിച്ഛേദിക്കപ്പെട്ടവനാകാം, അവർക്ക് ഉപകാരമുണ്ടാകുമെങ്കിൽ. എന്തുകൊണ്ടാണ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നത്? ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതെ പോയ ഈ ഒരു വിഭാഗം അവരാരാണ്? അവർ ഇസ്രായേൽ മക്കളാണ്, ഇല്ലേ? പുത്രസ്ഥാനമുള്ളവരാണ്. ദൈവത്തിൻ്റെ മക്കളെന്ന് വിശേഷിപ്പിക്കുന്ന അപുത്രസ്ഥാനമുള്ളവരാണ്. ഉടമ്പടികൾ, വാഗ്ദാനങ്ങൾ, ഇല്ലേ? നിയമം നൽകപ്പെട്ടത് അവർക്കാണ്. അതിൻ്റെ എല്ലാ ശുശ്രൂഷകളും എല്ലാം അവർക്കാണ്. എന്നിട്ടാണ് അവർ, മനസ്സിലായ, പൂർവ്വപിതാക്കന്മാർ അവരുടേത്. യേശു ക്രിസ്തു വംശമുറയ്ക്കനുസരിച്ച് അവരിൽ നിന്ന് തന്നെ. ആ യേശുക്രിസ്തു സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവരാണ്. ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും ഈ ഒരു വിഭാഗം, മനസ്സിലായി, ഈ വാഗ്ദാനം, ഉടമ്പടി, പുത്രസ്ഥാനവും എല്ലാം ഉണ്ടായിട്ടും അവർ എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ വിശ്വസിക്കാതെ പോയത്? അതോർത്തിട്ടാണ് ഈ അപ്പോസ്തലൻ ഈ ദുഃഖപ്പെടുന്നത്, സങ്കടപ്പെടുന്നത്. അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? ഇസ്രായേൽ വംശജരെല്ലാം ഇസ്രായേൽക്കാരല്ല. അതായത് വാഗ്ദാനപ്രകാരം ജനിച്ച ആ ഇസ്ഹാക്കിൽ നിന്ന് ജനിച്ചവനായിരിക്കണം, അല്ലാതെ അബ്രഹാത്തിൻ്റെ സന്തതി ആയതുകൊണ്ട് ഇസ്രായേൽക്കാരായിരിക്കണമെന്നില്ല. അതാണ് വാഗ്ദാനം. ഞാൻ നിശ്ചയ സമയത്ത് വരും, അപ്പോൾ സാറായ്ക്ക് ഒരു മകനുണ്ടാകും. ആ ഉണ്ടായ മകനാണ് ഇസ്ഹാക്ക്. ആ ഇസ്ഹാക്കിൽ നിന്നുള്ളവരായിരിക്കും ഈ വാഗ്ദാനപ്രകാരം ജനിച്ച മക്കൾ. അതാണ് ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പോലും ആ ഇസ്ഹാക്കിൽ നിന്ന് റബേക്കയുടെ ഉദരത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ, 2 കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അവിടെ ദൈവം പറഞ്ഞു, മനസ്സിലായ, ജ്യേഷ്ഠൻ അനുജൻ്റെ സേവകനായിരിക്കും, മനസ്സിലായ. അപ്പോൾ അവിടെ നോക്ക്, എന്താണ് നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത്? അല്ലയാ, ഏസാവിനെ വെറുത്തു, യാക്കോബിനെ സ്നേഹിച്ചു, അല്ലേ? അവിടെ യാക്കോബിന് അനുഗ്രഹങ്ങൾ കൊടുക്കുമ്പോൾ ഏസാവിന് അനുഗ്രഹങ്ങൾ ഒന്നും പോലും കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഇസ്ഹാക്കിൻ്റെ മക്കൾ എന്ന് പറഞ്ഞിട്ട് ആ മക്കളിലൂടെ അവകാശികൾ എന്ന് പറഞ്ഞിട്ട് തുടക്കത്തിൽ തന്നെ ഏസാവിന്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഭാഗത്ത് അനീതിയുണ്ടോ? അപ്പോൾ ഇവിടെയാണ് ദൈവത്തിൻ്റെ ആ ഹിതം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലേ, അവിടെയും പ്രവൃത്തികൾ മൂലമല്ല, വിശ്വാസം വിളി മൂലം തുടർന്നു പോകേണ്ടതിനാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി അവിടെ ഫിക്സ് ആവണം, ദൈവത്തിൻ്റെ വിളി വേണം, അല്ലേ? അതുകൊണ്ട് പ്രവൃത്തികൾ അല്ലെങ്കിൽ ആ വാഗ്ദാനപ്രകാരം ജനിച്ചതുകൊണ്ട് മാത്രമായില്ല, ദൈവത്തിൻ്റെ വിളി വേണം. അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ എന്തിനാണ് ഇങ്ങനെ വാഗ്ദാനം നൽകിയത്? നിൻ്റെ സന്തതിയിലൂടെ സന്തതികളെല്ലാം എന്ന് പറഞ്ഞിട്ട് ഈ സന്തതിയെ തന്നെ, അതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ദൈവത്തോട് ചോദ്യം ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ എന്താണ് വിശുദ്ധ ഗ്രന്ഥം എന്താണ് പറയുന്നത്? ഇല്ലയാ, മോശയോട് പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും, മനസ്സിലായ, എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും. അപ്പോൾ നമുക്ക് ഇത്രയും വലിയ വാഗ്ദാനപ്രകാരം ജനിച്ച അവിടെ പോലും ദൈവം പ്രവർത്തിച്ചത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോൾ നമ്മളങ്ങ് രക്ഷ പ്രാപിക്കുമെന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? അപ്പോൾ ദൈവത്തിൻ്റെ വിളി വേണം. നമ്മുടെ പ്രവർത്തികൾ കാര്യം കൊണ്ട് മാത്രമായോ? അവിടെ നോക്കി, ദൈവം വാഗ്ദാനം കൊടുത്തിട്ട് പോലും ആ ഇസ്ഹാക്കിലൂടെ ജനിച്ചത് ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ഏസാവിനെ വെറുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ട് രക്ഷപ്പെടാമെന്നാണോ വിചാരിക്കുന്നത്? അതാണ് പറഞ്ഞത്, അവിടെ ദൈവത്തിൻ്റെ വിളി, അതിനാണ് എപ്പോഴും പ്രാധാന്യം. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നത്, മനസ്സിലായ. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഇവിടെ നമ്മൾ പല പ്രവൃത്തികളും ചെയ്ത്, പല അനുഷ്ഠാനങ്ങളും ചെയ്തിട്ട് നമ്മൾ അഹങ്കരിച്ച് അവിടെ നിൽക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ വിളി, അതാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. നമുക്ക് ദൈവത്തോട് ഇതെങ്ങനെയാണെന്ന് ചോദ്യം ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്കറിയാം, ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഫറവോയെ ദൈവം ഉയർത്തിയത് എന്തിനാണ്?
ആ ഫറവോയെ ഉയർത്തിയിട്ട് അത് ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ ആ ദൈവത്തിൻ്റെ മഹത്വം വലുതാക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായ? ഒരു ആയുധം പോലും ഇല്ലാതെ ദൈവം അവരെ ആ ഫറവോൻ്റെ ആ വലിയ സൈന്യത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. അപ്പോൾ ആ ഭൂമിയിലെങ്ങും എന്ന് വെച്ചാൽ ഇസ്രായേലിൽ ആ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാനാണ്. അവർ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അവിടെ ദൈവം ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കി ഇസ്രായേൽ ജനത്തോട് കരുണ കാണിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ അതാണ്. അപ്പോൾ ഇവിടെ ആ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടണം, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണം, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ ഹിതമാണ്. ദൈവം തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ നമുക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തോട് വാഗ്വാദം നടത്താൻ കഴിയുമില്ല. കാരണം എന്താണ്? ഒരു കുശവൻ ഒരു പാത്രം നിർമ്മിക്കുമ്പോൾ ആ പാത്രം കുശവന് ചോദിക്കുമോ എന്നെന്താ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരു അധികാരവുമില്ല. അല്ലയാ? ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ദൈവത്തിൻ്റെ ഹിതമാണ്. ഇവിടെ ചില മനുഷ്യർ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ആ ദൈവം നല്ലവനല്ല, ദൈവം മോശക്കാരനാണ്, ദൈവം എനിക്ക് അങ്ങനെ ചെയ്തു, ദൈവം ഇങ്ങനെ ചോദിച്ചു, അങ്ങനെ ദൈവമില്ല എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ മനുഷ്യൻ വിളിച്ചു പറയുന്നത്. അല്ലേ? ദൈവം നശിപ്പിക്കാൻ വേണ്ടി സൃഷ്ടിച്ച ക്രോധപാത്രങ്ങളാണെങ്കിലോ അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടിച്ചതാണ്. അവരിവിടെ കിടന്ന് ദൈവത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അല്ലേ? ആ ദൈവം ഒരു ക്ഷമ കാണിക്കുന്നുണ്ടെങ്കിൽ, ഒരു ദയ ദൈവം കാണിക്കുന്നുണ്ടെങ്കിൽ, അല്ലേ, ഒരു കൃപാപാത്രങ്ങൾക്ക് വേണ്ടി കുറേ ക്രോധപാത്രങ്ങളെ ദൈവം നശിപ്പിച്ച് കളയുന്നു. അല്ലേ? അവിടെ ഇസ്രായേലിൽ അങ്ങനെയാണ് ചെയ്തത്. അതേപോലെ തന്നെയാണ് ഇവിടെയും ചിലരെ ദൈവം ഉയർത്തുന്നു, ചിലർ ദൈവം തനിക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കുന്നു, ദൈവം ദയ തോന്നുന്നവരുടെ ദയ കാണിക്കുന്നു. എന്നിട്ട് നമ്മളെന്തെങ്കിലും പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് രക്ഷപ്പെടും. ഞാനിപ്പോൾ തീരുമാനിച്ചു ഞാൻ നന്നാകാം, ഞാൻ ഒന്ന് ധ്യാനത്തിന് പോകാം, അപ്പോൾ ദൈവം രക്ഷിക്കുന്ന ദൈവം അങ്ങനെയല്ല ദൈവം രക്ഷിക്കുന്നത്. നിൻ്റെ ആഗ്രഹപ്രയത്നമല്ല, ദൈവത്തിന് നിന്നോട് ദയ തോന്നണം. ഉദരത്തിൽ കിടന്ന ആ കുഞ്ഞുങ്ങൾ ഏസാവ് യാക്കോബ് ആയിരുന്നപ്പോൾ പോലും ദൈവത്തിന് ദയ തോന്നണം, കരുണ തോന്നണം, ദൈവം വിളിക്കണം. എന്താ കുശവൻ പാത്രം നിർമ്മിക്കുന്നത് പോലെ ദൈവത്തിന് നമ്മൾ നല്ല കാര്യത്തിനായിട്ട് ദൈവം തീരുമാനിക്കണം. അല്ലാതെ നമ്മൾ ഒരു ദൈവത്തോട് വാക്കും ചോദിക്കാനും കഴിയില്ല, ഒന്നും പറയാനും കഴിയില്ല. നമുക്ക് ആ ദൈവത്തിൻ്റെ ദയയ്ക്ക് വേണ്ടി നമുക്ക് വിനീതരായിട്ട് നിൽക്കാൻ മാത്രമേ കഴിയൂ. ആ ദൈവത്തിൻ്റെ വിശ്വസ്തരാകാൻ നമ്മൾ വിനയത്തോടെ നിൽക്കേണ്ട സ്ഥാനത്ത് നമ്മൾ അനുഷ്ഠാനങ്ങളിൽ അഹങ്കരിച്ചും ഞങ്ങൾ അനുഷ്ഠാനക്കാരാണെന്ന് പറഞ്ഞു നടന്നാൽ ആ ദൈവം സ്വീകരിക്കുമെന്നാണ് നാം വിചാരിക്കുന്നത്. അല്ല, നിങ്ങൾ ജനമല്ല എന്ന് പറഞ്ഞെടുത്ത് വെച്ച് തന്നെ നിങ്ങൾ ജനമെന്ന് വിളിക്കപ്പെടും. അല്ലേ? അപ്പോൾ ഇസ്രായേൽക്കാരുടെ ജനസംഖ്യ കടലിൽ മണൽ പോലെയാണെങ്കിലും അല്ലേ, ഒരു ചെറിയ വിഭാഗം മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്നാണ് യേശയ്യ പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ വംശാവലിയിലോ അനുഷ്ഠാനങ്ങളിലോ പാരമ്പര്യങ്ങളിലോ എല്ലാം പോയതുകൊണ്ടാണ് ഇവർ രക്ഷപ്പെടാക്കുന്നത്. അല്ല, ദൈവത്തിന് ആരോട് ദയ തോന്നുന്നുവോ, ആരോട് കരുണ തോന്നുന്നുവോ അവർ മാത്രമാണ് രക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേലിനെ കുറിച്ച് വച്ചിരിക്കുന്നത് ഭൂമിയുടെ മേൽ വിധി അന്തിമമായി ഉടനെ നടത്തും. അല്ലേ? അത് ഇസ്രായേലിൻ്റെ മേൽ വിധി ദൈവം നടത്തും, ഭൂമിയുടെ മേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ നോക്കും, ഇപ്പോൾ തന്നെ ഈ സോദോം ഗോമോറ പോലെ നശിച്ചു പോകേണ്ടതാണ്. ദൈവം അല്പം മക്കളെ അവിടെ അവശേഷിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അവശേഷിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഈ സോദോം പോലെയും ഗോമേറ പോലെയും നശിച്ചു പോകേണ്ടതായിരുന്നു ഇസ്രായേൽ. നിങ്ങൾക്ക് ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ നീതി അന്വേഷിച്ച് പോയിരുന്നവർ, നീതി അന്വേഷിച്ച് പോയി അവർക്ക് എന്താ പറ്റിയത്? അവർ ഇടറി വീണു. അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എല്ലാ പാരമ്പര്യങ്ങളും വാഗ്ദാനങ്ങളും എല്ലാം ഉണ്ടായിട്ടും അവർ ഇടറി വീണു. ഇനി നമ്മൾ നോക്കി വിജാതിയർ ഒരു നിയമാനുഷ്ഠാനങ്ങളോ നീതിയോ അന്വേഷിച്ച് പോകാതിരുന്ന് നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾക്ക് ഉപകാരമാകുമെങ്കിൽ ഞാൻ ശപിക്കപ്പെട്ടവനാകാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമങ്ങളുടെ അനുഷ്ഠാനങ്ങളാൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാം. അപ്പോൾ എന്താവും? അവർക്ക് ഉപകാരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യാമായിരുന്നു, നിയമത്തിൻ്റെ കൂടെ നിങ്ങളുടെ അനുഷ്ഠാനങ്ങളിലൂടെ പോകാം. ഇവിടെ എന്താണ്? വിശ്വാസത്താൽ നീതീകരണം. അതാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. ഈ ഇസ്രായേൽ നിയമങ്ങളും അനുഷ്ഠാനമുണ്ടായിട്ടും അവർ അന്വേഷിച്ചത് വിശ്വാസത്തിലൂടെ ആയിരുന്നില്ല, പ്രവൃത്തികളിലൂടെയായിരുന്നു. ഇവിടെയും മനുഷ്യർ ഇപ്പോഴും പ്രവൃത്തികളെ തന്നെയാണ് നോക്കുന്നത്. ദൈവത്തിന് അറിയാം വിശ്വാസം എന്താണെന്നുള്ളത്. അത് ദൈവം നിൻ്റെ ഹൃദയത്തിലാണ് കാണുന്നത്. അതെങ്ങനെയാണ് ഉത്ഭവിക്കുന്നത് എന്നുള്ള കാര്യം സുവിശേഷത്തിൻ്റെ കേൾവിയിൽ നിന്നാണെന്നാണ് പൗലോസ് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ അനുഷ്ഠാനങ്ങളിലൂടെ പോയി ശപിക്കപ്പെട്ടവനുമാകും, അതുപോലെ ക്രിസ്തുവിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. അതാണ് പൗലോസ് ആദ്യമേ പറഞ്ഞത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും രചിക്കേണ്ടി വരികയില്ല. എന്നാൽ അവനിൽ തട്ടുകയാണ് പലരും. അല്ലേ? ആ യേശുക്രിസ്തുവിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടാതെ അനുഷ്ഠാനങ്ങളാൽ മുന്നോട്ട് പോയി ആ പാറമേൽ തട്ടി വീഴാണ്. അതാണ് ഇസ്രായേലിന് സംഭവിച്ചത്. അവർക്ക് ഇടർച്ചയ്ക്ക് കാരണമായി തീർന്നു. വാഗ്ദാനപ്രകാരം ജനിച്ച ഉദരത്തിൽ കടന്ന ആ രണ്ട് കുഞ്ഞിൽ ഒരു കുഞ്ഞിനെ
ദൈവം വെറുത്തു എന്ന് പറയപ്പെടുമ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മൾ ഈ അനുഷ്ഠാനങ്ങൾ കൊണ്ട് എല്ലാവരും രക്ഷപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. ഈ ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുമെന്നാണ് വിചാരിക്കുന്നത്. നമുക്കിവിടെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എല്ലാം അവരുടേതാണ്, അവർക്ക് മാത്രമാണുള്ളത്. വിജാതിയർക്ക് ഇവിടെ ദൈവം അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നൽകിയിട്ടില്ല. ആ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നൽകപ്പെട്ട ആ ജനതയിൽ ചെറിയ ഒരു വിഭാഗമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. അപ്പം നിങ്ങൾ നോക്ക്, വിജാതീയരായ ഈ വലിയ ജനക്കൂട്ടം ഇന്നുണ്ട്. അവർ അല്ല അനുഷ്ഠാനങ്ങളിലാണ് ഭൂരിഭാഗവും. അപ്പോൾ എത്ര ശതമാനമായിരിക്കും ഈ രക്ഷപ്പെടാനുള്ളതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ ഒരു പ്രയത്നമോ നമ്മുടെ ഒരു ആഗ്രഹമോ നമ്മൾ രക്ഷിക്കുകയില്ല. ദൈവത്തിന് ദയ തോന്നണം, ദൈവത്തിന് നമ്മോട് കരുണ തോന്നണം. കുശവൻ ഒരു പാത്രം നിർമ്മിച്ചു, അത് അവനിഷ്ടമായില്ല, അവനത് ഉടച്ചു കളഞ്ഞു. ദൈവത്തിൻ്റെ കയ്യിൽ നമ്മളാകുന്ന ആ പാത്രം, ആ മൺപാത്രം ഇപ്പോൾ നിൽക്കുകയാണ്. ആ പാത്രം ആ ദൈവം ഉടച്ചു കളയാതിരിക്കാൻ വേണ്ടി നമുക്ക് കരുണയ്ക്ക് വേണ്ടി ദയയ്ക്ക് വേണ്ടി നിൽക്കുന്ന അതേപോലെ നിൽക്കുക. നിനക്ക് ഒരു വോയിസുമില്ല, ഒരു വാക്കുമില്ല, നിൻ്റെ ഒരു പ്രവൃത്തികളും നിനക്ക് ഒരു സഹായം ചെയ്യുകയില്ല. ദൈവത്തിന് ദയ തോന്നാൻ നീയാകുന്ന ആ പാത്രം ദൈവം തകർത്ത് കളയാതിരിക്കാൻ ദയയ്ക്ക് വേണ്ടി ആ ദയയിലൂടെ ലഭിക്കുന്ന ആ സൗജന്യമായ അവിശ്വാസത്തോടെ ലഭിക്കുന്ന ആ രക്തം കൊണ്ടുള്ള ആ സൗജന്യമായ പാപപരിഹാരം ലഭിക്കാൻ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നോക്കി നിൽക്കുക. അല്ലാതെ നിനക്കൊന്നും ചെയ്യാനില്ല, ഒരു പ്രവൃത്തിയും ചെയ്യാനില്ല. ദൈവത്തെ കുറ്റപ്പെടുത്തുന്നവരെ, നിങ്ങൾ എത്ര വലിയ അപരാധമാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ദയ തോന്നുന്നെങ്കിൽ നീ രക്ഷിക്കപ്പെടും. ഇവിടെ പലതും പാത്രങ്ങളും തകർക്കപ്പെടുകയും ചിതറിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളുക, ദൈവത്തിന് നിങ്ങളുടെ മേൽ ദയ തോന്നിയിട്ടില്ല. അത് തകർക്കപ്പെടാൻ വേണ്ടി തന്നെ സൃഷ്ടിക്കപ്പെട്ടവയെ തന്നെയാണ് ഈ തകർന്നു പോകുന്നത്. ദയ തോന്നുന്നവയെ ദൈവം കാത്ത് പരിപാലിക്കും. ഇതിനൊന്നും ഒരു മനുഷ്യൻ്റെയും ഒരാവശ്യ സഹായമില്ല. നിൻ്റെ ഹൃദയത്തിൽ ഈ സുവിശേഷം എത്തിയാൽ മാത്രം മതി. ദൈവത്തിൻ്റെ മഹത്വത്തിനായി മുൻകൂട്ടി തയ്യാറാക്കിയ കൃപാപാത്രങ്ങളായിരിക്കട്ടെ നിങ്ങൾ. നിങ്ങളിലൂടെ ആ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സമ്പത്ത് വെളിപ്പെടട്ടെ. ആ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളിലൂടെ കവിഞ്ഞൊഴുകട്ടെ. അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും ബലികളും എല്ലാമുള്ള ഇസ്രായേൽ സമൂഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം. അവർ വലിയ യുദ്ധത്തിൻ്റെ നടുവിലാണ്, അല്ല? അവർ സൊദോം ഗോമോറ പോലെ നശിക്കപ്പെടാത്തത് എന്തുകൊണ്ടാണ്? അവിടെ കുറേ മക്കൾ അവശേഷിക്കുന്നുണ്ട്. ദൈവം തിരഞ്ഞെടുത്ത കുറേ മക്കൾ അവിടെ അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നശിപ്പിക്കപ്പെടാത്തത്. നമ്മളും വീണ്ടും ഈ അനുഷ്ഠാനങ്ങളും ശുശ്രൂഷകളിലൂടെ പോയി ആ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കട്ടെ.